കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ് നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ് നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞ് പത്രത്തിൽ ഫലം വരുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു തന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കൂ. യാമിക്കുട്ടി, തീർച്ചയായും അടിക്കുന്ന ഉറപ്പുള്ള ഒരു ടിക്കറ്റ് എനിക്ക് തരുമോ? കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 100 രൂപയുടെ ലോട്ടറി അടിച്ചു. അത് തരട്ടെ? ലോട്ടറി എടുത്താ അടിക്കോ? തീർച്ചയായിട്ടും ഒരു ദിവസം അടിക്കും അങ്കിളെ. എന്നടിക്കും? അടിക്കണമെന്ന് അന്ന് ഈ ലോട്ടറി എടുക്കുമ്പോളേ നമ്പർ നോക്കി എടുക്കുന്ന ട്രിക്ക് ഉണ്ട്. അതറിഞ്ഞാ ഉറപ്പായിട്ടു. അയ്യോ, അത് എനിക്ക് പഠിപ്പിച്ചു തരുമോ യാമിക്കുട്ടി? ആ ട്രിക്ക് എനിക്ക് അറിയെങ്കിൽ ഞാൻ തന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഈ കഷ്ടപ്പെട്ട പണിയെല്ലാം നിർത്തൂലേ. സിമ്പിൾ. ശരി, നാളത്തെ കേരളമാണോ? എങ്കിലും എനിക്കൊന്ന് വേണേ. അടിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ തന്നാ മതി. ഓക്കെ, മീനൂട്ടി എനിക്ക് വേണ്ടി ഒന്ന് എടുക്കും. ഒരു ടിക്കറ്റ്, ഭാഗ്യ നമ്പർ. യാമിമോളെ, ഭാഗ്യധാരയുടെ ഫലം: ഒന്നാം സമ്മാനം 50 ലക്ഷം രൂപ. ടിക്കറ്റ് നമ്പർ BU 45 16 86 6 അടിച്ച കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. കൊള്ളാം, തേരോട്ടം. അടിപൊളി. എന്തോ ഇപ്പൊ യാമിക്കുട്ടിക്ക് ലോട്ടറി അടിച്ചല്ലോ. അപ്പൊ എന്റെ ഞാനൊരു കാര്യം പറ്റില്ല. ഞാനൊരു കാര്യം പറയും. എന്റെ ഐഫോൺ എവിടെ? അയ്യോ അയ്യോ, എന്റെ ഡയമണ്ട് നെക്ലേസ് എവിടെ? അയ്യോ, എനിക്കും ഉണ്ടായിരുന്നു ഒരു ഉടുപ്പ്. ഇതൊക്കെ എവിടെ? ഉണ്ണിയങ്ങൾക്കും പ്രോമിസ് ചെയ്തില്ലല്ലോ. ലോട്ടറി അഡ്ജസ്റ്റ് ചെയ്യാം. അച്ഛൻ ഇന്ന് വരാൻ പറ്റൂല. അച്ഛന് ഇന്നലെ രാവിലെ ജോലി ഉണ്ട്. ഐഫോൺ തമ്മിലുള്ള ബന്ധം അല്ല, ഇതല്ലേ ഇതാരാ? പൈസ കിട്ടാതെ കടയിൽ പോയി ഐഫോണും പാന്റും ഷർട്ടും ഒക്കെ വാങ്ങാൻ പറ്റുമോ? ഇല്ല, പൈസ വേണം. ഒരു കാര്യം ചെയ്യാം. അതുകൊണ്ട് എന്റെ കയ്യിലും എന്റെ അച്ഛന്റെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ടാ വാങ്ങാത്തത്. അയ്യോ.